സ്തുതിക്കും ദൈവത്തിൻ ആരൂപിയെ, നവ്യമായി ഞങ്ങളിൽ വസിക്കണമേ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ. പരിശുദ്ധാത്മാവിന്റെ പുസ്തകത്തെ സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ഈ പരിശുദ്ധാത്മാവിൻ്റെ പുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് നവജീവൻ്റെയും നിത്യജീവൻ്റെയും ഉറവിടമാണ്. ഇതിൻ്റെയാണ് നവജീവൻ. മനസ്സിലായോ? അത് കൊടുക്കാം. പരിശുദ്ധാത്മാവ് ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ഓക്കെ, പക്ഷെ ഇതിപ്പോൾ വായിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്തിരി കഠിനമായിട്ട് തോന്നുന്നു. ഇതിലെ ആ 21-ാമത്തെ പേജിൽ മനുഷ്യാവതാരത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ വചനമാകുന്ന വ്യക്തിയുമായി മനുഷ്യപ്രകൃതിയെ സംയോജിപ്പിക്കുന്ന ഐക്യത്തിൻ്റെ കൃപയായ പരമോന്നത കൃപ കൊണ്ടുവന്നു. അതാരാ? അവിടെ ഒന്ന് ഇത്തിരി ശബ്ദം കുറയ്ക്കാൻ പറ്റും. ഈ ഐക്യമാണ് മറ്റെല്ലാ കൃപകളുടെയും ഉറവിടമെന്ന് വിശുദ്ധ തോമസ് അക്വീനോസ് വിശദമാക്കുന്നുണ്ട്. മനുഷ്യാവതാരത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനം പറയുന്നത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പോയിൻ്റ് എടുത്താൽ മതി. മനുഷ്യാവതാരമാണ് ഇതിൻ്റെ ആരംഭം. മനുഷ്യാവതാരത്തിൽ തന്നെ പരിശുദ്ധാത്മാവും വചനവുമായിട്ട് ഉള്ള ആ സംയോജനം തന്നെയാണ് നമ്മളെ പുതിയ സൃഷ്ടിയാക്കുന്നത്. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 12 മുതലുള്ള വചനങ്ങൾ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12 മുതലുള്ള വചനം പറയുന്നത് എന്താ? അവനിൽ വിശ്വസിച്ചവർക്കും അവനെ സ്വീകരിച്ചവർക്കും ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. കണ്ടോ? ഇവിടെ ഇച്ചിരി വിശദമായിട്ട് അതിനെ ചിന്തിക്കണം. അവനിൽ വിശ്വസിച്ചത്, അപ്പോൾ വിശ്വാസിയാണ്. അവനെ സ്വീകരിച്ചവർ അവരെന്തായി മാറും? അവർ ദൈവ മക്കളായി. അപ്പോൾ അവർ ഇതിനു മുമ്പ് ആരായിരുന്നു? അവർ, അടുത്ത് വായിക്കാം, അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. അപ്പോൾ ഇവിടെയാണ് വീണ്ടും ജനിക്കുക എന്നതിൻ്റെ ഒരു പുതിയ സൃഷ്ടിയാവുക, രൂപാന്തരിക്കപ്പെടുന്നതിൻ്റെ ഒരു അവസ്ഥാവിശേഷം. ഇതൊന്നും നമ്മുടെ പ്രവർത്തനമല്ലാന്ന് ഞാൻ വീണ്ടും ഇങ്ങനെ പറയൂട്ടോ. കാരണം നമ്മുടെ അകത്തുനിന്ന് ആ ഒരു ഫരിസേയൻ പോകണം. ഫരിസേയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് സ്വർഗത്തിൽ കയറുന്നതെന്നും ഉള്ള ഒരു ചിന്ത. ഫരിസേയൻ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഒരു വിശേഷം, നീ ചെയ്യണം, നീ മാറണം, നിന്നോട് എത്ര നാളായി ഞാൻ പറയണേ, നിനക്ക് നാണമില്ല. ഇതിങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞങ്ങ് തർപ്പിക്കും. അതുകൊണ്ട് ഒട്ടും പ്രയോജനമില്ല എന്ന് ഒന്ന് മനസ്സിലാക്കും.
എങ്ങനെയാണ് ഒരുവനിൽ രൂപാന്തരീകരണം ഉണ്ടാകുന്നത്? അവൻ പുതിയ സൃഷ്ടിയാകണം. അവനെങ്ങനെ പുതിയ സൃഷ്ടിയാകുന്നു? അവൻ യേശുവിൽ വിശ്വസിക്കണം, യേശുവിനെ സ്വീകരിക്കണം. ഇപ്പോൾ കരിസ്മാറ്റിക്കിലൊക്കെ നമ്മൾ പറയാറുണ്ട്, കർത്താവായ യേശുവിനെ നാഥനും രക്ഷകനുമായിട്ട് സ്വീകരിക്കുക, അത് തന്നെ. പക്ഷേ അവിടെ നമ്മളല്ല പ്രവർത്തിക്കുന്നത്. ആര് പ്രവർത്തിക്കുന്നു? കർത്താവായ യേശു പ്രവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. ഇനി ഒന്നുകൂടി വായിച്ചത്, അവൻ തന്നിൽ വിശ്വസിച്ചവർക്കും തന്നെ സ്വീകരിച്ചവർക്കും തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ആര് കഴിവ് നൽകി? ആര് കഴിവ് നൽകി? ഉച്ചത്തിൽ പറഞ്ഞ ആര് കഴിവ് നൽകി? അവൻ കഴിവ് നൽകി. നമ്മുടെ ഫിലോസഫി മാറുകയാണ്. കംപ്ലീറ്റ് അവനാണ് ചെയ്യുന്നത്. നമ്മളത് സ്വീകരിക്കുക. ഇന്ന് തന്നെ നടക്കാൻ പോവുകയാണ്. ഓക്കെ, എന്നിട്ട് വീണ്ടും പറയാണ്, അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നത്രേ. അപ്പൊ അതെങ്ങനെയാ ദൈവത്തിൽ നിന്ന് ജനിക്കണേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജീവദാതാവാണെന്നും ദൈവത്തിൻ്റെ വചനം നമ്മളിൽ മാംസമാകുന്നതിലൂടെ, അതാണ് പിന്നീട് അധ്യായങ്ങളിൽ കാണും. അല്ലോ, വചനം അടുത്തത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. ഓക്കെ, ഇപ്പൊ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ ആദ്യം തന്നെ പറയുന്നതും ഈ പുതിയ സൃഷ്ടിയാകുന്നതിനെ കുറിച്ചാണ്. ഇനി 1-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്തിൽ 5 അപ്പസ്തോലന്മാർ, യേശുവിൻ്റെ ആദ്യത്തെ 5 അപ്പസ്തോലന്മാർ പുതിയ സൃഷ്ടിയായോ? അവർ യോഹന്നാനും അന്ത്രയോസുമെല്ലാം സ്നാപക യോഹന്നാൻ്റെ ശിഷ്യരായിരുന്നു. ആ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യരായിരുന്ന അവർ മുക്കുവന്മാരായിരുന്നു. അവർക്ക് ദൈവരാജ്യത്തെക്കുറിച്ചോ ഈ പുതിയ നിയമത്തെക്കുറിച്ചോ യാതൊരു അറിവുണ്ടായിരുന്നില്ല. പക്ഷേ യോഹന്നാൻ അവരെ പറഞ്ഞ് പഠിപ്പിച്ചു. അവസാനം യോഹന്നാൻ പറഞ്ഞു, ദാ പോകുന്നു, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗാഡ് ഹു ടേക്സ് അവേ ദ സിൻ ഓഫ് ദ വേൾഡ്. കണ്ടാലും ഇതാണ് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദിവ്യ കുഞ്ഞാട്. ഇയാളെ കുറിച്ചാണോ ഇത്രയും ദിവസം ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്? അതെ, എന്നാലേ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഗ്രൂപ്പ് വിട്ടോട്ടെ എന്ന്. ധൈര്യമായിട്ട് പോയിക്കോളൂ, ഞാൻ കുറയണം, അവൻ വളരണം. കാര്യം മനസ്സിലായില്ല? അങ്ങനെയെങ്കിൽ നാളെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരുമോ? തീർച്ചയായിട്ടും. അടുത്ത ദിവസം 1:35 കണ്ടോ? അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോട് കൂടി നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഇതൊരു ചരിത്ര സംഭവമാണ്. യോഹന്നാൻ അവൻ്റെ ശിഷ്യരായ 2 പേരോട് കൂടെ നിൽക്കുമ്പോൾ ഏതെല്ലാമാണ്? അപ്പോൾ അത് യോഹന്നാനും അന്ത്രയോസും അവൻ്റെ ശിഷ്യരായ 2 പേരോടൊപ്പം നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു, പറഞ്ഞു ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാരും യേശുവിനെ അനുഗമിച്ചു. അപ്പോൾ യേശു വളരെ വേഗം നടക്കാണ്, ഇവർ പുറകെ നടക്കാണ്. യേശു കുറച്ചും കൂടി വേഗം നടന്നു, ഇവർ പുറകെ ഓടാൻ തുടങ്ങി. ഉടനെ യേശു തിരിഞ്ഞു നിന്ന് അവരോട് ചോദിച്ചു. എന്ത് ചോദിച്ചു? നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഇതാണ് യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് യേശു പറഞ്ഞ ആദ്യത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് യേശു പറഞ്ഞ ആദ്യത്തെ വചനം എന്താണത്? നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഒന്നെല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ, നിങ്ങൾ എന്തന്വേഷിക്കുന്നു. നിങ്ങളോട് യേശു പറയണ മാതിരി ഒന്ന് കണ്ടു പറഞ്ഞേ, നിങ്ങൾ എന്തന്വേഷിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞു, ഒന്നുകൂടി ഉച്ചത്തിൽ പറഞ്ഞേ, മൈക്ക് പിടിച്ചോ.
അന്വേഷിക്കുന്നു. ഇത് മൈക്ക് പെട്ടെന്ന് മാറ്റിയേ. ഞാൻ വിചാരിച്ചു ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചു. ഉച്ചത്തിലൊന്ന് പറഞ്ഞേ. നിങ്ങൾ എന്തന്വേഷിക്കുന്നു? എല്ലാവരും പറഞ്ഞേ. നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ. നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഇങ്ങനെ വെച്ചിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ. നിങ്ങൾ എന്തന്വേഷിക്കുന്നു? കാര്യം സീരിയസ് ആയില്ലേ? ദൈവവചനമാണ് നിങ്ങൾ കേട്ടത്. ഇതൊക്കെ എന്നെ വളരെ സ്പർശിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കണ നേരത്ത് ഈശോ പറയാണ്, നീ എന്തന്വേഷിക്കുന്നു? ഷോ എന്താ പറയാ? അപ്പം ഇങ്ങനെയാണ് നമ്മളിൽ വചനം സ്പർശിക്കുക എന്ന് പറയുന്നത്. വചനം നമ്മളിൽ സ്പർശിക്കണം. ഇവരിത്രയും നാളും ഇദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ച് ദാഹിച്ചിരുന്ന ആൾക്കാരാണ് ആര്? അന്ത്രയോസും. അവരെ സംബന്ധിച്ച് അത് കേട്ട ഉടനെ ഒരു പൂ വിരിയുന്ന ഭയങ്കര സന്തോഷം. ദൈവം മനുഷ്യനായി വന്ന ആ ദൈവം ഇവരോട് സംസാരിച്ച ആ മൊഴിയിൽ അടങ്ങിയിരിക്കുന്ന സ്നേഹം. ഉടനെ യോഹന്നാൻ പറഞ്ഞു, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? ഇതിനൊക്കെ ഭയങ്കര അർത്ഥമുണ്ട്. നമ്മളിപ്പോൾ ആ ലെവലിലേക്ക് പോകുന്നില്ല. നമ്മളിപ്പോൾ പോകുന്നത് രൂപാന്തരീകരണം എന്ന ഒറ്റ സബ്ജക്റ്റാണ് നമ്മൾ എടുക്കണത്. ഇതിനൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. ഈശോ പറഞ്ഞു, വന്ന് കാണുവിൻ. അങ്ങനെ യോഹന്നാനും അന്ത്രയോസും യേശുവിൻ്റെ അടുത്ത് വന്നു. യോഹന്നാന് ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമായിരുന്നു. 90ാമത്തെ വയസ്സിൽ ഈ വിവരണം എഴുതുമ്പോൾ യോഹന്നാൻ ആ പ്രായത്തിൽ ഓർമ്മ വന്നത് അപ്പോൾ ഏതാണ്ട് 4 മണി സമയമായിരുന്നു. അതൊക്കെ ഭയങ്കര കാര്യമുണ്ട്. കാരണം അത്രയ്ക്ക് യോഹന്നാനെ ആ വ്യക്തി സ്വാധീനിക്കുകയും മാറ്റുകയും ചെയ്തു. യോഹന്നാൻ അത് കഴിഞ്ഞിട്ട് ഒട്ടിയിരിക്കുകയാണ്. അവിടെ നിന്ന് പോകാൻ പറ്റണില്ല. ഞാനിനി എങ്ങും പോകില്ല. അതാണ് കോണ്ടംപ്ലേഷൻ. ഒന്ന് കൈവീശിയ കർത്താവേ. അന്ത്രയോസിനാണെങ്കിൽ നേരെ വിപരീതം. അവിടെ ഇരിക്കാൻ പറ്റണില്ല. കണ്ടോ? യോഹന്നാൻ അവിടെ നിന്ന് പോകാൻ പറ്റണില്ല, അന്ത്രയോസിന് അവിടെ ഇരിക്കാൻ പറ്റണില്ല. ഇത് രണ്ടും ഈശോയുടെ തന്നെ ആത്മാവിൻ്റെ അഭിഷേകമാണ്. അങ്ങനെയാണ് 2 സ്ട്രീം ഓഫ് സ്പിരിച്വാലിറ്റി. അതാണ് മർത്ത മറിയത്തിലും ഉള്ളത്. മർത്തയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റണില്ല, മറിയത്തിന് ഓടാൻ പറ്റണില്ല. മറിയം ഈശോൻ്റെ അടുത്ത് തന്നെ കുത്തിയിരിക്കണം, അവിടെ നിന്ന് വിടാൻ പറ്റണില്ല. അത് കോൺടെംപ്ലേറ്റീവ്. അതപ്പോൾ ഈ കർമ്മലിത്താക്കാർക്കൊക്കെ ശരിക്കും മനസ്സിലാവും. അവർ ആക്റ്റീവ് ആൻഡ് കോൺടെംപ്ലേറ്റീവ് എന്ന് പറയും. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കണം. കോൺടെംപ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ ഈശോൻ്റെ അടുക്ക ഒട്ടിപ്പിടിച്ച് മണവാളനും മണവാട്ടിയായിട്ട് അങ്ങോട്ട് ഇരിക്കണം. ഇതിനകത്ത് ഏതാ നല്ലത്? എന്താ നല്ലതെന്ന് പറയാനായിട്ടെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ കൊച്ചു തെരേസ്യ പുണ്യവതിയൊക്കെ പറയുന്നത് പ്രാർത്ഥനാ പ്രേക്ഷിതത്വം, അതാണ് കോൺടെംപ്ലേറ്റീവ്, ആണ് പ്രവർത്തന പ്രേക്ഷിതത്വത്തെക്കാൾ ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥനാ പ്രേക്ഷിതത്വം ഒരു പവർ ഹൗസ് മാതിരിയാണ്. പവറില്ലാണ്ട് വേറെ എല്ലാം വർക്ക് ചെയ്യുമോ? മറ്റുള്ളത് വർക്ക് ചെയ്യില്ലല്ലോ. അതാണ് നമുക്ക് പറ്റിയേക്കണ വലിയ വേറൊരു അബദ്ധം. നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, പ്രാർത്ഥിക്കാൻ ആളില്ല. അങ്ങനെ ഈശോയ്ക്കുണ്ടായ ഒരു അവസ്ഥ. അതുകൊണ്ട് ഈശോ പരിപാടി നിർത്തി. ആരും വരണില്ല. ഒരാളോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വരാൻ പറഞ്ഞപ്പോൾ ഇല്ലില്ല എനിക്ക് കാളനെ വേറൊരാളോട് പറഞ്ഞപ്പോൾ ഇല്ല ഞാനിപ്പോൾ കല്യാണം കഴിച്ചോളൂ എനിക്ക്. വേറൊരാളോട് പറഞ്ഞപ്പോൾ അയ്യോ എൻ്റെ അപ്പൻ മരിച്ചു, എനിക്ക് അപ്പനെ ശവം അടക്കണം. കർത്താവ് എന്താ പറഞ്ഞെന്ന് നോക്കി അയാളോട്, മരിച്ചവരടക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രഘോഷിക്കാൻ. അതിനെ അടുത്ത ധ്യാനത്തിൽ വിവരിക്കാം. നിസാരം ഇത്രയും വിചാരിച്ചാൽ മതി. നമ്മളെ അർജൻസി പഠിപ്പിക്കുകയാണ്. എന്താണ് അർജൻസി? ഈ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ അപ്പൻ മരിക്കുന്ന സമയത്ത് ഇത് അപ്പനറിയാം. ഞാൻ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പൻ മരിക്കണമെങ്കിൽ ഞാൻ വരില്ല എന്ന് അപ്പനറിയാം.
അതുകൊണ്ട് അപ്പൻ എപ്പോഴും പറയും, ഇനി നീ വരുമ്പോൾ ഞാൻ ഉണ്ടാവും. ഞാൻ അതനുസരിച്ച് കർത്താവെ നീ അതനുസരിച്ച് അത് ക്രമീകരിച്ചേക്കണം. അപ്പം മരിക്കൽ എൻ്റെ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് മരിക്കുകയാണെങ്കിൽ ഞാൻ വരില്ല. അതുകൊണ്ട് ഒരാഴ്ച ധ്യാനം ഒന്നുമില്ലാഴ്ച ഒരാഴ്ച നോക്കി അത് മരിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചയിൽ 3-ാം ദിവസം ധ്യാനം തുടങ്ങും. ഞാനീ വീട്ടിൽ നിന്ന് 7 കഴിയാണ്ട് പോകാൻ പറ്റില്ല എന്നല്ലോ, ഭയങ്കര വേദനയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ വളരെ വലിയൊരു ധ്യാനമായിരുന്നു. പോളണ്ടിൽ തിയോളജിയൻസിനുള്ള ധ്യാനമായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ അപ്പം മരിച്ച് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറയാണ്, എന്താ നീ പറയണേ, 1 വർഷമായിട്ട് ബിഷപ്പിൻ്റെ പെർമിഷൻ എടുത്ത് ഈ രാജ്യത്തുള്ള എല്ലാ തിയോളജിയന്മാരെയും സംഘടിപ്പിച്ച് അവർ ലീവൊക്കെ ഉണ്ടാക്കി മാറ്റി വച്ചേക്കണം, ഇത് ക്യാൻസലാക്കണം, പ്രശ്നമില്ല, വേറൊരാളെയും ഞങ്ങൾക്ക് ഇതിന് വേണ്ട, നീ തന്നെ വരണം. അവരെന്നോട് പറയാണ്, നീയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്, എന്താ പഠിപ്പിച്ചേക്കണത്, മരിച്ചവരെ അടക്കട്ടെ, നീ വന്ന് ദൈവരാജ്യം. അന്നാണ് ശരിക്കും എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായത്. മനസ്സിലായോ? ഇത് വാസ്തവത്തിൽ മരണമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞ് 3-ാം ദിവസം 7 ആക്കി. അങ്ങനെ ഒരു കണക്കിന് ഞാനിവിടുന്ന് പോയി. എൻ്റെ കാര്യം എനിക്ക് സന്തോഷമാണ് അപ്പം മരിക്കണതൊക്കെ. പക്ഷേ എങ്കിലും നമുക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു. എന്തോ ഒരു വേദന അകത്തുണ്ട്, എന്നാൽ സ്നേഹമുണ്ട്. അപ്പം സ്വർഗത്തിലാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്തോ ആവട്ടെ. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കണത് സുവിശേഷ വേല അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വേലയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമെല്ലാം വളരെ ശ്രേഷ്ഠമായ കാരുണ്യ പ്രവൃത്തിയാണ് മരിച്ചവരെ അടക്കുക എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒന്ന് കൈവീശി കാണിച്ച്. വളരെ ശ്രേഷ്ഠമായ കാരുണ്യ പ്രവൃത്തിയാണ് മരിച്ചവരെ അടക്കുക. ഇത് ഒരുവൻ്റെ ഉത്തരവാദിത്വമാണ്, ഇല്ലേ? എന്നാൽ അതിനേക്കാൾ ഉത്തരവാദിത്വമാണ് ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി. ഇപ്പോൾ കന്യാസ്ത്രീമാരും അച്ഛന്മാരും ഒക്കെ മിഷനിലാണ്. ഇപ്പോൾ അച്ഛൻ കെനിയയിലാണെങ്കിൽ അച്ഛൻ വരുമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഒന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? അവിടുത്തെ സുവിശേഷം. പക്ഷേ ഇപ്പോഴൊക്കെ കാലം മാറിയിട്ടോ. എനിവേ, അപ്പോൾ പറഞ്ഞു സബ്ജക്റ്റ് അങ്ങ് നീണ്ടു പോകാനല്ലോ എൻ്റെ കർത്താവേ. ഇനി പെട്ടെന്ന് പോകാൻ കേട്ടോ. നമ്മൾ കുർബാനയുടെ സമയമായി. എന്ത് ചെയ്യും? ഒരു 10 മിനിറ്റ് വൈകിക്കോട്ടെ കുർബാന. അച്ചോ 10-15 മിനിറ്റ് കേട്ടോ. നമ്മൾ ഒരു 15 മിനിറ്റ് വൈകാൻ പോവുകയാണ്. പക്ഷേ ഇത് ഈ സമയത്ത് പറയേണ്ട ടോക്കാണ്. കാരണം ഈ രൂപാന്തരീകരണമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ മുഴുവൻ ആശയം എന്നുള്ളതാണ്. 1 മുതൽ മുഴുവൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ ഒറ്റ ആശയമാണ്. എന്താണ്? പുതിയ സൃഷ്ടിയാവുക. അപ്പോൾ ഈ 1-ാം അധ്യായത്തിൻ്റെ ആദ്യം നമ്മൾ കേട്ടു. 1-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്ത് ഈ അപ്പസ്തോലന്മാർ, ആദ്യത്തെ ഇവർ മുക്കുവന്മാരായവർ, അവർ ആ പുതിയ സൃഷ്ടിയായ ആ രൂപാന്തരീകരിച്ച അനുഭവം യേശുവുമായിട്ട് കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായി, യേശുവുമായിട്ട് ഒരുമിച്ച് വസിച്ചപ്പോൾ ഉണ്ടായി. അതേ അനുഭവമാണ് വിശുദ്ധ കുർബാനയിൽ ഇന്ന് നമുക്ക് അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാകുന്നത്. വന്ന് കാണുവിൻ, അവർ അവനോടൊത്ത് വസിച്ചു. അവർ അവനോടൊത്ത് വസിക്കുന്ന, അതാണ് എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും, അവനിൽ ഞാൻ വസിക്കും എന്ന് പറയണത്. പ്രൈസ് ദ ലോർഡ്. മനസ്സിലായോ? അതിൻ്റെ ഒരു ഉത്ഭവ ദശയാണ് അവർക്കുണ്ടായത്. അപ്പോൾ അതുണ്ടായ ഉടനെ തന്നെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റണില്ല, ഒരാൾക്ക് പോകാൻ പറ്റണില്ല. അത് 2 സ്പിരിച്വാലിറ്റിയാണ്. അന്ത്രയോസ് അവിടെ നിന്ന് ഓടിച്ചെന്നിട്ട് പത്രോസിനെ അന്വേഷിച്ച് കിടക്കുകയാണ്. പത്രോസിലെ കടലിൽ മീൻ പിടിക്കുകയാണ്. അവിടെ കരക്ക് നിന്നിട്ട് അന്ത്രയോസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അതായിരുന്നു ആദ്യത്തെ ഒരു വചനപ്രഘോഷണം. യേശു അനുഭവത്തിൻ്റെ ഒരു വലിയ പ്രഖ്യാപനം. യേശുവിനെ കണ്ടിട്ട് ഈ അന്ത്രയോസ് വേറൊരാളായി. അയാൾ രൂപാന്തരപ്പെട്ടു. അയാളുടെ ജീവിതത്തിൽ അയാൾ വിളിച്ചു പറയാണ്, ശിമയോനേ, ഞങ്ങൾ മിശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. We found the Messiah. കടപ്പുറത്തെ ഭാഷയാണ്.
വള്ളവും വലയും വിട്ട് ഉടനെ പത്രോസ് കരയ്ക്ക് വന്നു. നീ മിശിഹായെ കണ്ടെന്നു. ആരാണത്? ലോകം മുഴുവനും മിശിഹായ ആരാണെന്ന് അന്വേഷിച്ചിരിക്കുന്ന സമയം അവൻ അവിടെ മധ്യത്തിൽ തന്നോട് ആരാണെന്ന് അറിഞ്ഞൂടാ. എന്നിട്ട് അന്ത്രയോസ് എടാ, അത് നമ്മുടെ ആശാരി ഔസേപ്പിന്റെ മകൻ, ആ ആശാരി ചെറുക്കനെ. ഏത്? ആ ആശാരി ഔസേപ്പിന്റെ മകൻ, ഒരു ആശാരി ചെറുക്കൻ യേശുല്ലേ, അവരാണ് മിശിഹ. ഉടനെ പത്രോസ് അങ്ങോട്ടേക്ക് ഓടി. അവർ രണ്ടുപേരും കൂടി ചെന്നപ്പോൾ ഈശോ പത്രോസിനെ കണ്ട വഴി പറഞ്ഞു, കേപ്പാ, നീ പാറയാകുന്നു. അതോടെ പത്രോസ് മാറി. ഇത് കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസ് പറയാണ്, നഥാനിയേലിനോട് പറയാണ്, മോശയുടെ ഗ്രന്ഥത്തിലും പ്രവാചക ഗ്രന്ഥത്തിലും ആരെക്കുറിച്ച് പറഞ്ഞോ അവനെ ഞങ്ങൾ കണ്ടിരിക്കണം. എന്തൊരു വലിയ കാര്യം! അപ്പോൾ ഫരിസേയരാണവർ. മോശയും ഗ്രന്ഥവും ഇതൊക്കെ വായിച്ച് പഠിച്ചിട്ട് അതിൽ കണ്ടിരിക്കണ, അതിൽ പറഞ്ഞിരിക്കണ ആളെ ഞങ്ങൾ കണ്ടു. അപ്പോൾ നഥാനിയേൽ പറഞ്ഞു, നാസറത്തിൽ നിന്ന് എന്തുണ്ടാകാനാ? അപ്പോൾ എങ്കിലും നഥാനിയേൽ വന്നപ്പോൾ കർത്താവ് പറയാണ്, ഇതാണ് യഥാർത്ഥ ഒരു ഇസ്രായേൽക്കാരൻ. നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോഴേ ഞാൻ നിന്നെ കണ്ടു. ഇതൊക്കെ വലിയ കാര്യമാണ് കേട്ടോ. എന്താണ് അതിൻ്റെ അർത്ഥം? പെട്ടെന്ന് പറയാണ്, ഇസ്രായേൽക്കാർ, യഹൂദർ തോറ പഠിക്കുന്നത് അത്തിമരത്തിൻ്റെ തണലിൽ ഇരുന്നിട്ടാണ്, അത്തിമരത്തിൻ്റെ ചുവടിൽ. അപ്പോൾ അത്തിമരം എന്ന് പറയുന്നത് തന്നെ നിയമത്തിൻ്റെ പഠിപ്പിക്കണ ഒരവസ്ഥാവിശേഷമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് അത്തിമരത്തിനെ ഉണക്കിയത്. ഇനി ഈ അത്തിമരത്തിൻ്റെ ആവശ്യമില്ല, കാരണം ഈ പഴയ നിയമം കാലഹരണപ്പെട്ടിരിക്കുന്നു. ഇനി ഇതാ പുതിയ നിയമം വന്നിരിക്കുന്നു. അത് പഠിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, അത്തിമരമല്ല അത് പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് അത്തിമരത്തിനെ ശപിച്ചതൊന്നുമല്ല. കർത്താവ് അത്തിമരത്തിൽ ഫലം നോക്കിയിട്ട് ഫലം കണ്ടെത്തിയില്ല, കാരണം ഫലം തരുന്ന കാലമല്ലായിരുന്നു. ഫലം തരുന്ന കാലമല്ലായിരുന്നു, ഈ പിന്നെ ഫലം എങ്ങനെ കണ്ടെത്തണേ എന്നെല്ലാം പറയണതിന് ഭയങ്കര അർത്ഥമാണ്. അതായത് നിയമത്തെ മാത്രം പഠിക്കുന്നത് കൊണ്ട് ഒരാളും ഫലം പുറപ്പെടുവിക്കില്ല. അതാണ് അതിൻ്റെ പ്രതീകം. മറിച്ച് ഞാൻ വന്നിരിക്കുന്നു, ഇനി ഞാനൊരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നു. ആ പുതിയ നിയമമാണ് ഫലം പുറപ്പെടുവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് അത്തിമരത്തെ പാടെ ഉണക്കിയത്. അത് ഒരാളെയും ശപിക്കുന്നതിന് തുല്യമല്ല. ഒരു വൃക്ഷം ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ അതിന് കാരണക്കാരൻ തന്നെ ആരാ? സൃഷ്ടാവാണ്, ദൈവം തന്നെയാണ്. ദൈവം നിശ്ചയിച്ചാലേ ഫലം ഉണ്ടാവുള്ളൂ. അപ്പോൾ ദൈവം എന്തിനാ ഏതെങ്കിലും ഒരു വൃക്ഷത്തെ ഫലം പുറപ്പെടുവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശപിക്കേണ്ട ആവശ്യമുണ്ടോ? ലോജിക്ക് നോക്കിയേ. വൃക്ഷം വേണമെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ എന്ത് പറയും? നീ ഫലം പുറപ്പെടുവിച്ചാലേ എനിക്ക് വല്ലതും പുറപ്പെടുവിക്കാൻ, നീയല്ലേ സൃഷ്ടാവ്. അപ്പോൾ ദൈവവും ശാപവുമായിട്ട് യാതൊരു ബന്ധമില്ല. വാക്കുകൾ ഇപ്പോൾ ആ അത്തിമരത്തിൻ്റെ മുമ്പിലിരുന്നിട്ട് കർത്താവ് പറഞ്ഞു, നീ ഉണങ്ങിപ്പോകട്ടെ. ഇതിന് ഭാഷാപദം മലയാളത്തിൽ വേറൊരു പദമില്ലാത്തതിൻ്റെ പേരിൽ ശപിച്ചു എന്ന് എഴുതിയിട്ടുണ്ടാകാം. പിറ്റേ ദിവസം പത്രോസും യോഹന്നാനും ഒക്കെ അതിൽ വന്നപ്പോൾ പത്രോസും കർത്താവേ, അപ്പം ഈ അത്തിമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു മലമാതിരിയാണ് നിൽക്കണം, വലിയ മുറം പോലെയുള്ള ഇലകളാണ് അതിന്. അതുകൊണ്ടാണ് നല്ല തണലാണ്. വിശുദ്ധ അഗസ്തീനോസ് ഇതിനെക്കുറിച്ച് പറയുന്നത് മരണത്തിൻ്റെ ഷാഡോ ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ നിഴൽ എന്നാണ് പറയുന്നത് അത്തിമരത്തിന്. കാരണം നിയമം കൊണ്ടുവരുന്നത് മരണമാണ്, ജീവനല്ല. നിയമം എന്ത് വരുന്നു?
മരണമാണ്, ജീവനല്ല. ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. തോമസ് പോൾ പറയണത് ആർക്കും എങ്ങനെയും ജീവിക്കാമെന്നല്ല. യേശു വന്നിരിക്കുന്നത് ഈ പുതിയ കൽപ്പനയും കൊണ്ടാണ്. ആ കൽപ്പന തരുന്നത് എന്താണ്? ജീവനാണ്. ഒരാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ പിന്നെ ദൈവം അതിനെ സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ? അയാൾ ദൈവത്തിന് താൻ സൃഷ്ടിച്ചതിനെ കൊല്ലാൻ പറ്റുമോ? നമ്മുടെ ഒരു പട്ടിക്കുഞ്ഞാണെങ്കിൽ നമ്മൾ വീട്ടിൽ വളർത്താനെ നമ്മൾക്ക് കൊല്ലാൻ പറ്റുമോ? പറയും. പറ്റുമോ? പറ്റില്ല. അപ്പോൾ ദൈവം എങ്ങനെയാ മനുഷ്യരെ കൊല്ലണേ? ദൈവം സൃഷ്ടിച്ചതിനെ ഒന്നിനെയും ദൈവം നശിപ്പിക്കില്ല. ഇത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവം ജീവനാണ്. ഈ ലൈറ്റിൽ പ്രകാശം കണ്ടോ, ഇതിൽ നിന്ന് അന്ധകാരം വരാൻ പറ്റില്ല. അപ്പോൾ ദൈവം ആ വൃക്ഷത്തെ ഉണക്കുന്നതിന് അതിൽ നിന്നേക്കാൾ ഫലവത്തായ വേറൊരു വൃക്ഷം വന്നിരിക്കുന്നു. അതേത് വൃക്ഷമാണ്? ജീവൻ്റെ വൃക്ഷമായ യേശു ക്രിസ്തു തന്നെ. എന്തോ അവിടെ പിറ്റേ ദിവസം രാവിലെ അന്ത്രയോസും പത്രോസും എല്ലാം വന്നിട്ട് ആ മരം പാടെ ഉണങ്ങിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ ഈ മരത്തിനോട് ചെയ്തത് നിങ്ങൾക്ക് ചെയ്യാം. ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മരത്തോട് ഞാൻ ചെയ്തത് മാത്രമല്ല, ഈ മലയോട് മാറാൻ പറഞ്ഞാലും അത് മാറും. ഇതാണ് പുതിയ നിയമം. പത്ര നിൽക്കട്ടെ. ആ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ നഥാനിയേലെ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത്, നഥാനിയേൽ അപ്പോൾ വായിച്ചുകൊണ്ടിരുന്നത്, പഠിച്ചുകൊണ്ടിരുന്നത് ഒരു പക്ഷേ യാക്കോബിൻ്റെ ഗോണിയെക്കുറിച്ചാണ്. യാക്കോബ് സ്വപ്നത്തിൽ കണ്ട ഗോണി എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് നഥാനിയേൽ തലപുകഞ്ഞ് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ? അപ്പോൾ കർത്താവ് ഈശോ മിശിഹ അവനൊരു അരുളപ്പാട് കൊടുത്തു, ഒരു വെളിപാട് കൊടുത്തു. ആ ഗോണി ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഭൂമിയിൽ മുട്ടുകയും ആകാശത്തെയും ഭൂമിയെയും സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഗോണിയാണ് മനുഷ്യപുത്രനായ കർത്താവ് ഈശോ മിശിഹ. അതാണ് ഈശോ പറയണത്, നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. എനിവേ, അപ്പോൾ ഇത്രയും മനസ്സിലാകുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്തിൽ പറയുന്നത് മുഴുവനും ഈ 5 പേരും പുതിയ സൃഷ്ടിയായി മാറിയോ? അതിൽ മുക്കുവനുണ്ട്, അതിൽ പഴയ നിയമത്തിൻ്റെ വക്താക്കളുണ്ട്, അതിൽ ഫരിസേയരുണ്ട്, അതിൽ സാധാരണക്കാര മനുഷ്യരുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ആദ്യ 5 അപ്പസ്തോലന്മാർ പുതിയ സൃഷ്ടിയായി മാറി. ഇനി 2-ാം അധ്യായം, ഇനി പെട്ടെന്ന് ഓടാൻ പോകാൻ കേട്ടോ. 2-ാം അധ്യായം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 2-ാം അധ്യായം എന്താ? കാനായിലെ കല്യാണം. എന്താണ് കാനായിലെ കല്യാണം? വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഒരു സൃഷ്ടിയെ മറ്റൊരു സൃഷ്ടിയാക്കുന്നത് എന്ന് കർത്താവ് അടയാളമായിട്ട് കാണിച്ചു തരികയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാന കഥാപാത്രം തന്നെയാണ് അവിടെ നിൽക്കുന്നത്. മറിയം മാതാവ് തന്നെയാണ് ആദ്യത്തെ പുതിയ സൃഷ്ടി, ആദ്യത്തെ പുതിയ വീഞ്ഞ്. 3-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ നിക്കോദേമോസ് എന്ന് പറഞ്ഞ ഇസ്രായേലിലെ ഏറ്റവും പണ്ഡിതനും ഗുരുവും പ്രൊഫസറും അതോറിറ്റി, നിയമത്തിൻ്റെ അതോറിറ്റിയാണ് അദ്ദേഹം വന്നിട്ട് പറയുകയാണ്, നീ ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞാൻ അറിയുന്നു. യു ആർ എ ടീച്ചർ. നമ്മൾ ഈ ഗുരു എന്നൊക്കെ പറയും ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാകില്ല, ഗുരു. പക്ഷേ ഇംഗ്ലീഷിൽ ഇങ്ങനെ, വി സീ യു ആർ എ ടീച്ചർ കം ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് വന്ന ഒരു പ്രബോധകനാണ് നീ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭയങ്കര ഒരു കാരണം ഇസ്രായേലിലെ ഏറ്റവും വലിയ പ്രബോധകനാണ് നിക്കോദേമോസ്. അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു, ഞാൻ ഈ പഠിപ്പിക്കുന്നതൊന്നുമല്ല, നീ ദൈവത്തിൽ നിന്ന് വന്ന ഒരു പ്രബോധകനാണ്. എന്നിട്ട് പറയാണ്, ദൈവം കൂടെ ഇല്ലെങ്കിൽ ആരും നീ ചെയ്യുന്ന പോലെ അടയാളം ചെയ്യില്ല. എന്തടയാളത്തെക്കുറിച്ച് അവിടെ പറയണത്? കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ കാര്യമാണ്. അപ്പം ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോഴാണ് ഈശോയ്ക്ക് ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം, ഇയാൾ ഇസ്രായേലിലെ ഗുരുവാണ്, ഏറ്റവും വലിയ നിയമപണ്ഡിതനാണ്, ഇയാളെപ്പോലെ നീതിമാനായ ഒരാളവിടെ കാണാൻ വഴിയില്ല, ഇയാൾ നിയമം അനുസരിക്കുന്നവനുമാണ്.
കൃത്യമായി ഈ 10 കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുന്ന ഒരാളായിരിക്കണം നിക്കോദേമോസ്. കൈവീശി കാണിച്ചേ. അയാളോട് ഈശോ പറയാണ്, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഇത്രയും നിയമം അറിയാവുന്ന ഒരാളാണെങ്കിലും, ഈ പഴയ നിയമത്തിൻ്റെ സകലതും അരച്ചു കുടിച്ചിട്ടുള്ള ഒരാളാണെങ്കിലും ഇയാൾക്ക് ഈ പറഞ്ഞത് മനസ്സിലായില്ല, മനസ്സിലാകാൻ കൊടുത്തിട്ടില്ല. ഇയാൾ പറയാണ്, അതെങ്ങനെയാ ഈ വയസ്സായ ആൾ അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിക്കണോ? അപ്പോൾ ഈശോ വീണ്ടും പറയാണ്, ആത്മാവിനാലും ജലത്താലും വീണ്ടും ജനിച്ചാലേ ഒരുവൻ. അപ്പോഴും മനസ്സിലായില്ല. അങ്ങനെ ആ സംവാദത്തിൻ്റെ അവസാനം പറയുകയാണ്, നിനക്കറിയില്ലേ മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയത് നീ കണ്ടിട്ടില്ലേ? പഴയ നിയമത്തെ അവർ പഠിച്ചേക്കണതല്ലേ? എന്ന പോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും. കണ്ടോ, പുതിയ നിയമത്തിൽ നിന്ന് പഴയ നിയമത്തിൽ പോകണ്ടോ? മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുന്നതിൻ്റെ ഒരു മുൻ അവതരണമായിരുന്നു ആ പിച്ചള സർപ്പം. ആ പിച്ചള സർപ്പത്തെ നോക്കിയവർ പുതിയ സൃഷ്ടിയായിരുന്നു. മനസ്സിലായേ? അവരുടെ വിഷം മാറി, അവർ സൗഖ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരെന്തായി? പുതിയ സൃഷ്ടിയായി അന്ന്. എന്ന പോലെ യേശു ക്രിസ്തു കുരിശിൽ ഉയർത്തപ്പെടുകയും അതിനുശേഷം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുമ്പോൾ വരുന്ന പരിശുദ്ധാത്മ ശക്തിയിലൂടെയാണ് ഒരുവൻ പുതിയ സൃഷ്ടിയാവുന്നത്. കൈവീശി, എൻ്റെ കർത്താവേ, എൻ്റെ ഈശോയെ, ഇവർക്ക് ഉറങ്ങണ നേരത്ത് നീ ഇവരുടെ അകത്ത് കയറും. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഉറങ്ങുന്നവരെ ഭാഗ്യവാന്മാർ, നിങ്ങളുടെ അകത്ത് ഈ വചനം പ്രവേശിക്കട്ടെ. പുതിയ സൃഷ്ടിയാകാൻ പോവുകയാണ് കേട്ടോ. ഈ ഉറക്കപ്പിശാചേ ഒന്ന് ഓടറാ. ടി വിയിൽ കാണുന്നവരൊക്കെ ഇപ്പോൾ വിചാരിക്കും ഇവിടെ മുഴുവനും ആൾക്കാരും ഉറങ്ങണില്ല, 2-3 പേരെ ഉറങ്ങണുള്ളൂ കേട്ടോ. അത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. ഓക്കെ. നിക്കോദേമോസിന് ഒന്നും മനസ്സിലായില്ല. പക്ഷേ എങ്കിലും വചനം അവരുടെ അകത്ത് കയറിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ 3-ാം അധ്യായത്തിൻ്റെ മുഴുവൻ തീം എന്താണ്? പുതിയ സൃഷ്ടിയാവുക എന്നതല്ലേ? ആണോ അല്ലയോ? 4-ാം അധ്യായത്തിൽ വളരെ മനോഹരമാണ്. 3-ാം അധ്യായത്തിനെ ആയിട്ടിതിനെ തുലനം ചെയ്യുമ്പോൾ, 3-ാം അധ്യായവുമായിട്ട് ഇതിനെ തുലനം ചെയ്യുന്നതല്ല പറയണേ, അതിനെ താരതമ്യപ്പെടുത്തും. എനിവേ, എനിക്ക് അറിഞ്ഞൂടാ അതിൻ്റെ വാക്കെന്താണ്. ഞാൻ ഉദ്ദേശിച്ചത് അതുമായിട്ട് ചേർത്ത് വായിക്കണം. ഓക്കെ. 3-ാം അധ്യായത്തിൽ നേരെ ഓപ്പോസിറ്റാണല്ല. 4-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ പണ്ഡിതനായ നിയമം മുഴുവനും അറിയുന്നവനും പാലിക്കുന്നവനുമായ ഒരാളുമായിട്ടാണ് ഈശോ കാണുന്നത്. അയാൾ യേശുവിൻ്റെ അടുത്ത് വന്നു, അയാളൊരു പുരുഷനാണ്. എന്നാൽ 4-ാം അധ്യായത്തിൽ നേരെ മറിച്ചൊരു സ്ത്രീയാണ്. രാത്രിക്ക് പകരം നട്ടുച്ചയ്ക്കാണ്. നിയമം പണ്ഡിതനും നിയമം അറിയുന്നവനുമാണ് നിക്കോദേമോസെങ്കിൽ ഇവൾക്ക് ഒരു നിയമം അറിഞ്ഞൂടാ. ആ വൈരുദ്ധ്യം. ഇവൾക്കൊരു നിയമം അറിഞ്ഞൂടാ. ഇവളുടെ അവസ്ഥ എന്താ? ഇവളുടെ അവസ്ഥ ആദ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. നീ യഹൂദനാണ്, നിനക്കൊരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിക്കാൻ തരില്ല. മനസ്സിലായില്ലേ പരസ്നേഹത്തിൻ്റെ അവസ്ഥ? ഏതൊരു മനുഷ്യനും ഉച്ചയ്ക്ക് ദാഹിച്ചു വരുന്നതിന് ഒരു വെള്ളം കൊടുക്കുക എന്ന് പറയുന്നതിന് ഒരു ജാതി മതഭേദം ഉണ്ടോ? പക്ഷേ ഇവൾ പറയാണ്, നീ യഹൂദനാണ്, ഞാൻ സമരിയാക്കാരി. യഹൂദരും സമരിയാക്കാരും തമ്മിൽ വെള്ളം പോലും കുടിക്കാറില്ല, അതുകൊണ്ട് ഞാൻ വെള്ളം തരില്ല. അത്രയ്ക്ക് പരസ്നേഹത്തിൻ്റെ നിയമത്തിൽ താഴെയാണ്. അവൾക്ക് അറിഞ്ഞൂടാ അതിൻ്റെ നിയമം. ഇവളുടെ മറ്റു വശം ഈശോ മനസ്സിലാക്കിയപ്പോൾ എന്താണ് പറയണത്? ഈ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ ഭർത്താവല്ല. അപ്പോൾ ഇവൾ നിയമം അനുസരിച്ചാണോ ജീവിക്കണേ? അല്ല. പക്ഷെ അങ്ങനെ ഒരാളുടെ അടുത്തേക്ക് ഈശോ വന്നു. ഈശോ അവളോട് പറയുകയാണ്, ദൈവത്തിൻ്റെ ദാനം എന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്ന് നീ അറിയുന്നെങ്കിൽ, നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം നൽകുകയും ചെയ്യുമായിരുന്നു. നമുക്കറിയാം ബാക്കി കാര്യങ്ങൾ. എന്തിനു പറയണു?
ഏതാനും മിനിറ്റിനകത്ത് അവളിൽ ഈ വചനവും പരിശുദ്ധാത്മാവും യേശുവിൻ്റെ സാന്നിധ്യമാണ് വിശുദ്ധ കുർബാന. യേശുവിൻ്റെ വചനമാണ് വിശുദ്ധ കുർബാനയിൽ ഉടനീളമുള്ള വചനപ്രഘോഷണം. പരിശുദ്ധാത്മാവ് ഇത് മുഴുവനും പ്രവർത്തിച്ചുകൊണ്ട് ഏതാനും നിമിഷത്തിനകം ഇവൾ ആരായി മാറി? ഇവളൊരു പുതിയ സൃഷ്ടിയായി മാറിയോ? ഇതാണ്. ഇപ്പം നിയമം മുഴുവനും അറിയാമായിരുന്നിട്ടും നിക്കോദേമോസിന് പുതിയ സൃഷ്ടിയാകാൻ പറ്റിയോ? ഇല്ല. എന്തുകൊണ്ട് പറ്റിയില്ല? നിയമത്തെ പിടിച്ചിരിക്കുന്നു. ഇയാളുടെ ഉള്ളിൽ മുഴുവനും നിയമമാണ്. ഞാൻ ഇങ്ങനെ ചെയ്യണം, ഞാൻ ഇങ്ങനെ ചെയ്യണം. ഇതാണല്ലോ മോശയുടെ കൽപ്പന. ശമരിയക്കാരി ഒന്ന് പറഞ്ഞു, മിശിഹ വരും എന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ അവനെല്ലാം ഞങ്ങളെ പഠിപ്പിക്കും. അപ്പോഴാണ് ഈശോ പറയണത്, ഞാനാണ് അവൻ. ഒന്ന് ആലോചിച്ച് നോക്കി. അവൾ യേശുവിനെ മിശിഹായായിട്ട് മുഖാമുഖം കാണുന്നു. എന്നാൽ അവൾ ഒരു നിയമവും അനുസരിക്കാത്തവളാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിത് സമ്മതിക്കുന്നുണ്ടോ? പരസ്നേഹത്തിൻ്റെ നിയമത്തിൽ അവിടെ എവിടെയാ? മോറൽ നിയമത്തിൽ അവൾ എവിടെയാ? ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവൾ എവിടെയാ? ഒന്നുമില്ല അവൾക്ക്. പുതിയ സൃഷ്ടിയായോ? എന്തുകൊണ്ടായി? യേശു അവളുടെ അടുത്ത് വന്നു. യേശുവിൻ്റെ ഇനിഷ്യേറ്റീവിലൂടെ വന്നു. നമ്മൾ കുർബാന സ്വീകരിക്കാൻ വരുന്നു എന്ന് നമ്മൾ പറയും. ഇതൊക്കെ ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കുക. നമ്മളല്ല സ്വീകരിക്കണത്, ഈശോ നമ്മളെ സ്വീകരിക്കുകയാണ് ചെയ്യണത്. നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു, നല്ല കാര്യം. പക്ഷെ നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നതിന് മുമ്പ് ഈശോ നമ്മളെ സ്വീകരിച്ച് ഈശോയുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് അങ്ങ് കൊണ്ടുപോയി. എടാ മോനെ, നീ എൻ്റേതാണ്ടാ. അപ്പോൾ നമ്മൾ ആരായി മാറും? ഇപ്പോൾ മറ്റൊരു ഈശോ ആയിട്ട് മാറുകയാണ് ചെയ്യണത്. നമ്മൾ മറ്റൊരു ഈശോ. അതാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്. ഇതാണ്, എ ക്രിസ്ത്യൻ ബിക്കം വാട്ട് ഹി ഈറ്റ്സ്. അവൻ എന്ത് ഭക്ഷിക്കുന്നുവോ അവൻ അതുപോലെയായി മാറുന്നു. ഇനിയിപ്പോൾ 5-ാം അധ്യായത്തിൽ 38 വർഷമായിട്ട് തളർന്നു കിടന്നിരുന്ന ഒരാൾ ഈശോ തൊട്ടപ്പോൾ അല്ലെങ്കിൽ ഈശോ അടുത്ത് ചെന്നപ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി മാറിയോ? 38 വർഷമായിട്ട് ഒരാളവിടെ തളർന്നു കിടന്നിട്ട് അയാളെ വെള്ളത്തിലിറക്കാനായിട്ട് ഒരാളുണ്ടായിരുന്നു അവിടെ. ഈ നിയമം കൊണ്ട് എന്ത് പ്രയോജനം? നിയമപാലകരായിരുന്നില്ല അവർ. എന്താ? കരുണ കാണിക്കാൻ നിയമമില്ല. കരുണയില്ല നിയമത്തിന് കണ്ണില്ല. ഒരാളോട് കരുണ കാണിക്കാൻ നിയമം നോക്കണം. ആരാ നിയമം തെറ്റിച്ചേ? പോലീസുകാരൻ്റെ പണി എന്താ? അവിടെ കിടക്കണ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ അയാൾക്ക് ഡ്യൂട്ടി ഉണ്ടോ? അയാൾക്ക് ഡ്യൂട്ടിയില്ല. എൻ്റെ ഡ്യൂട്ടി ആരാണ് വണ്ടി തെറ്റായിട്ട് ഓടിക്കണേ, ആരാണ് തെറ്റ് ചെയ്യണേ, ഇത് കണ്ടുപിടിക്കാനാണ് അയാളുടെ ഡ്യൂട്ടി. അങ്ങനെയുള്ള പോലീസുകാരനായിട്ടല്ല കർത്താവ് ഈശോ മിശിഹാ ക്രിസ്ത്യാനികളെ മാമോദീസ മുക്കിയിരിക്കുന്നത്. കാക്കിക്കുപ്പായമല്ല നമുക്ക് തന്നിരിക്കുന്നത്. ഇതുണ്ട, അച്ഛനും കന്യാസ്ത്രീയൊക്കെ വെള്ളവസ്ത്രം ഇട്ടേക്കണ മാതിരി നമ്മൾ വെള്ളവസ്ത്രമാണ്. എൻ്റെ വെള്ളവസ്ത്രം ഇങ്ങനെയാണെന്ന് വിചാരിച്ചാൽ മതി. ഇത് ക്യാമറയിൽ വെള്ളവസ്ത്രം ശരിയാകാത്തതുകൊണ്ട് ഇട്ടേക്കണതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആരും കാക്കിക്കുപ്പായം എന്ന് പറഞ്ഞാൽ ഫരിസേയൻ്റെ ഡ്രസ്സ് എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനല്ല, നമ്മൾ കരുണ കാണിക്കാനുള്ള യേശുക്രിസ്തുവാണ് നമ്മൾ. 38 വർഷം, എനിക്കത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല. ശരിക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. 38 വർഷം അയാൾ ഒരു കിടപ്പ് രോഗിയായിട്ട് കിടന്നിട്ട് ആ നാട്ടിൽ ഒരാളും അയാളോട് കരുണ കാണിക്കാനുണ്ടായിരുന്നില്ലെന്നോ. ഇത്രയും ദൈവത്തിൻ്റെ ജനമായ യഹൂദർക്ക്. അപ്പോൾ അതാണ് അന്നത്തെ അവസ്ഥ. അത്രയ്ക്ക് ഭയാനക അവസ്ഥയായിരുന്നു. നിയമമില്ല അയാളോട് കരുണ കാണിക്കാൻ. ഇത് പറയുമ്പോൾ എൻ്റെ അകത്ത് വേറെ കുറേ കാര്യങ്ങൾ വരാണ്. ഇപ്പം മിണ്ടണ്ട, നമുക്ക് പിന്നെ നോക്കാം. അത് കഴിഞ്ഞിട്ട് 6-ാം അധ്യായം നോക്ക്. 6-ാം അധ്യായം ജീവൻ്റെ അപ്പം കണ്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, കുർബാനയിലാണ് ഈ രൂപാന്തരീകരണം. ഈ പറയണ യേശു അനുഭവം,
ഇപ്പം ഈ 1, 2, 3, 4, 5 ഇത് മുഴുവനും യേശു അനുഭവമല്ലേ? യേശുവിൻ്റെ പരിശുദ്ധാത്മ പ്രവർത്തനത്തിൽ അവർ രൂപാന്തരപ്പെട്ടോ? ഈ യേശു അനുഭവം, ഈ രൂപാന്തരീകരണം താത്വികമായിട്ട്, തിയോളജിക്കലായിട്ട്, ആത്മീയമായിട്ട്, രഹസ്യമയമായിട്ട് എങ്ങനെ കിട്ടും എന്നതിൻ്റെ വലിയ രഹസ്യം ഈശോ അവിടെ അവതരിപ്പിച്ചു. അവർക്ക് ആർക്കും മനസ്സിലായില്ല. കുറേ പേര് എഴുന്നേറ്റ് പോയി, കുറേ പേര് പറഞ്ഞു ഞങ്ങൾ എവിടെ പോകാനാ. എന്താ പറഞ്ഞത്? എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവനിലും ഞാൻ വസിക്കും. അങ്ങനെ നിങ്ങളെല്ലാം ഞാനായിട്ട് മാറും. അങ്ങനെയാണ് നിങ്ങൾ പുതിയ സൃഷ്ടിയാകുന്നത്. ശരിയായോ? എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും, അവനിൽ ഞാൻ വസിക്കും, ഞാൻ അവനിൽ വസിക്കും, അവൻ പുതിയ സൃഷ്ടിയായി മാറും. 7-ാം അധ്യായത്തിൽ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. പരിശുദ്ധാത്മാവിലൂടെ അവൻ രൂപാന്തരപ്പെടുന്നതിനെക്കുറിച്ച് 8-ാം അധ്യായത്തിൽ ഭയങ്കര ഒരു സമ്മേളനമാണ്. ഈശോ അവിടെ ഇരിക്കുന്നു, പരിസേയരും നേമച്ചരും അവിടെ വരുന്നു. പാപിനിയായ ഒരു സ്ത്രീയെയും കൊണ്ടുവരുന്നു. ഇവൾ പാപിനിയാണ്, ഞങ്ങളുടെ നിയമപ്രകാരം ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. നിയമം ഇവിടെയാണ് മോശ നിയമം റദ്ദാക്കപ്പെടുന്നത് കാണാം നമുക്ക്. മോശയുടെ നിയമപ്രകാരം ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. അവരെ ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അവൾ വരുന്നത്. ഇവിടെ ട്രയാങ്കിൾ കാണുന്നുണ്ടോ? ട്രയാങ്കിൾ ഇല്ലേ? എന്താ ട്രയാങ്കിൾ? ഈശോ, പാപിനി, ഫരിസേയർ. ഈശോയുടെ സ്വഭാവം എന്താ? അവൻ കണ്ടിട്ടും കാണുന്നില്ല. ഫരിസേയർ ബഹളം ഉണ്ടാക്കണത് കാണുന്നില്ല. പാപിനിയെ തെളിവ് സഹിതം കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറയാണ് ഞങ്ങളുടെ നിയമപ്രകാരം പാപിനി ഒരുവൾ വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കെ കണ്ട തെളിവുണ്ടെങ്കിൽ അവളെ കൊല്ലണം. ഇതാണ് തെളിവ്. ഈശോ കാണുന്നില്ല തെളിവ്. അതിൻ്റെ ഇടയ്ക്ക് ഈശോ എന്തൊക്കെ അവിടെ എഴുതിക്കൊണ്ടിരിക്കണമെന്നുണ്ട്. അപ്പോൾ ഒരാൾ നോക്കുകയാണ് അവിടെ, എന്തിങ്ങനെ അവിടെ ഇരുന്ന് എഴുതണേ? എന്തായിരുന്നിരിക്കാം എഴുതണത്? പലരും പറയുന്നുണ്ട് അവരുടെ പാപങ്ങളാണ്. യേശു പാപങ്ങൾ കാണാറില്ലെന്നേ. യേശു അവിടെ എഴുതാൻ സാധ്യത, എൻ്റെ ഒരു ചെറിയ പ്രാർത്ഥനയിൽ എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്: ഇതാ ഞാൻ പുതിയ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു. യേശയ്യ 51:4. എൻ്റെ ജനമേ എൻ്റെ വാക്കു കേൾക്കുവിൻ, എൻ്റെ രാജ്യമേ എനിക്ക് ചെവി തരുവിൻ. എന്നിൽ നിന്ന് ഒരു നിയമം പുറപ്പെടും, എന്നിൽ നിന്ന് ഒരു നിയമം പുറപ്പെടും. എൻ്റെ നീതി ജനതകൾക്ക് പ്രകാശമായി ഭവിക്കും. പ്രകാശമായി. ശ്രദ്ധിച്ചോട്ടോ. ഉദാഹരണം, ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണ ഫിലിമിൽ ഒരെണ്ണം ഇതാണ്. ഈശോ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫരിസേയൻ നല്ല താടിയൊക്കെ ഉള്ള ഒരാൾ നോക്കിയിട്ട്, നീ പുതിയ നിയമം കൊണ്ടു, ഞങ്ങൾക്ക് നിങ്ങളുടെ നിയമമൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ നിയമമുണ്ട് എന്നും പറഞ്ഞ് ഇയാളങ്ങ് ബഹളമായി. എടുക്കണ കല്ല്, അവളോ ഈ പെണ്ണ് തലയിൽ കൈവച്ചു. ഇപ്പൊ എൻ്റെ തല പൊട്ടി പിളർക്കും. ഫുട്ബോൾ സൈസിലുള്ള കല്ലാണ് ഓരോരുത്തരുടെയും കയ്യിലിരിക്കണേ. സിറ്റുവേഷൻ ഭയാനകമായിരിക്കുന്നു. ഇവർ ദേഷ്യം, വാശി, ഇത് നടപ്പാക്കണം, മോശ നിയമം അനുസരിച്ച് ഇവിടെ കൊല്ലണം, ഞങ്ങൾക്ക് വേറെ പുതിയ നിയമമൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ ഒരു നിയമമുണ്ട്, അതാണ് ഞങ്ങളുടെ നിയമം. ഈശോ വളരെ നമ്മളീ പറയുന്ന മാതിരി ഒച്ചൊന്നും എടുക്കണില്ല കേട്ടോ. ഈശോ വളരെ ക്വയറ്റ്, അതിനെന്താ, ശാന്തമായിട്ട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറി, എന്നിട്ട് അടുത്ത ആൾ. ഇത് കേട്ടപ്പോൾ ഈ വചനം പോസിറ്റീവായിട്ട് എടുക്കണം. ഈ വചനത്തിൻ്റെ അകത്ത് ദൈവമുണ്ടോ? കർത്താവിൻ്റെ കരുണാർദ്രമായ സ്നേഹമുണ്ടോ? അത് ഈ ഫരിസേയരെ കല്ലുമായിട്ട് കൊല്ലാനായിട്ട് ദേഷ്യപ്പെട്ട് നിയമം പാലിക്കാൻ, മോശയുടെ നിയമപ്രകാരം എക്സിക്യൂഷൻ നടത്താൻ വന്നിരിക്കുന്ന അവരുടെ ഹൃദയത്തിൽ തുളച്ചു കയറി. ഇത്രയും സമയം അവളുടെ പാപത്തെ നോക്കിയിരുന്ന
അവർ ഇപ്പോൾ അവരവരുടെ പാപത്തെ നോക്കാൻ തുടങ്ങുകയും അതിൽ നിന്ന് വിമോചനത്തിനൊരു വഴിയില്ല എന്ന് മനസ്സിലാകുകയും ഈ യേശുവിൻ്റെ ശക്തി അവരിൽ പ്രവർത്തിച്ചു. അവരുടെ കൈകൾ തളർന്നു, കല്ല് താഴെ വീണു, അവർ ഓരോരുത്തരായിട്ട് അവിടം വിട്ടുപോയി. കുറേ സമയത്തേക്ക് ഭയങ്കര ഒരു നിശബ്ദത, കല്ലുകൾ വീഴുന്ന ഒച്ച മാത്രം. മുതിർന്നവർ വരെ എല്ലാവരും പോയി. സമൂഹം ആകെ അന്തം വിട്ടിരിക്കണം. മോശ നിയമം എവിടെ? അതാണ് ഈശോ പറഞ്ഞത്, നിയമവും പ്രവാചകന്മാരും സ്നാപകയോഹന്നാൻ വരെയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിയമമല്ല, അത് കഴിഞ്ഞാൽ ദൈവരാജ്യമാണ്, കരുണയാണ്, പാപത്തെ എടുത്ത് മാറ്റുന്ന യേശുവിൻ്റെ പ്രവർത്തനമാണ്. പാപത്തെ എടുത്ത് മാറ്റും. ഇപ്പോൾ കല്ലെറിയുന്നത് തന്നെ കൊല്ലരുതെന്നുള്ളതിന് വിരോധമല്ലേ? എന്നാൽ അവർക്ക് കൊല്ലാൻ പറ്റണില്ല. എന്തുകൊണ്ട് കൊല്ലാൻ പറ്റണില്ല? അതാണ് യേശുവിൻ്റെ ശക്തി. യേശുവിൻ്റെ ശക്തി ഒരുവനിൽ വന്നാൽ ആ ശക്തി ഒരുവനെ രൂപാന്തരപ്പെടുത്തും. ഇവിടെ ആരെ രൂപാന്തരപ്പെടുത്തിയത്? ഇപ്പോൾ ഫരിസേയനെ വരെ രൂപാന്തരപ്പെടുത്തി. ഫരിസേയൻ ഇവിടെ രൂപാന്തരപ്പെട്ടു. അവൻ പാപബോധമുണ്ടായി, അവൻ ചെയ്യാൻ പറ്റണില്ല. അതാണ് യേശു അനുഭവം. നമ്മൾ ഉദ്ദേശിക്കുന്ന പാപം ചെയ്യാൻ പറ്റാത്ത യേശുവിൽ യഥാർത്ഥമായ അനുഭവം ഉണ്ടാകുകയും രൂപാന്തരീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്ക് പാപം ചെയ്യാൻ പറ്റില്ല. അതാണ് വീണ്ടും ജനിച്ചവൻ. യോഹന്നാൻ 1 യോഹന്നാൻ 3:9 പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നത് കൊണ്ട് അവന് ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ഇതാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഒരുപക്ഷെ അത് മുഴുവനും ഇപ്പോൾ കിട്ടിയില്ലെങ്കിലും അതിലേക്ക് വരും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 30 സിഗരറ്റ് കുടിച്ചുകൊണ്ടിരുന്ന ആള് ഒരു സുപ്രഭാതത്തിൽ എനിക്കത് പറ്റണില്ല. അതാണ് ക്രിസ്തു അനുഭവം, അതാണ് രൂപാന്തരീകരണം. യേശു പാപിനിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മകളെ, അവരാരും നിന്നെ ശിക്ഷിച്ചില്ലേ? ഇല്ല കർത്താവേ, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. സമാധാനമായി പോവുക, മേലിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ മേലിൽ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ ഞാൻ നിനക്ക് തരുന്നു. അതാണ് വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ നിങ്ങളുടെ കഴിഞ്ഞ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരണവും മേലിൽ പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തീകരണവും ലഭിക്കുന്നു. അതാണ് യേശു അനുഭവം. 8-ാം അധ്യായം 9-ാം അധ്യായത്തിൽ കുരുടനായ ഒരു വ്യക്തിയുടെ കണ്ണിൽ ചെളി മണ്ണെടുത്തുകൊണ്ട് തുപ്പി ആ ചെളി ഉണ്ടാക്കി കണ്ണിൽ തേച്ചു. എന്താണ് അതിൻ്റെ അർത്ഥം? മണ്ണ് മനുഷ്യൻ്റെ ഒറിജിനൽ നേച്ചറാണ്, വെള്ളം പോലെ തന്നെ. ഇതെല്ലാം വെള്ളം വീഞ്ഞായ അവസ്ഥ തന്നെയല്ലേ? 1-ാം അധ്യായത്തിൽ വെള്ളം വീഞ്ഞായി, 2-ാം അധ്യായത്തിൽ വെള്ളം വീഞ്ഞായി, 3-ാം അധ്യായത്തിൽ വെള്ളം വീഞ്ഞാകണതിൻ്റെ തിയോളജി പറഞ്ഞു. 4-ാം അധ്യായത്തിൽ വെള്ളം കോരാൻ വന്നവൾ വെള്ളം വീഞ്ഞായി പുതിയ സൃഷ്ടിയായി മാറി കർത്താവിനെ പ്രഘോഷിക്കുന്നവളായി. 5-ാം അധ്യായത്തിൽ വെള്ളത്തിൻ്റെ കരയ്ക്ക് കിടന്നവൻ വെള്ളം വീഞ്ഞാകുന്ന മാതിരി 38 വർഷമായിട്ട് കിടന്നവൻ പുതിയ സൃഷ്ടിയായി വെള്ളം വീഞ്ഞായി. 6-ാം അധ്യായം 7-ാം അധ്യായം അതിൻ്റെ രഹസ്യം പറഞ്ഞു. 8-ാം അധ്യായത്തിൽ ഫരിസേയൻ വെള്ളം വീഞ്ഞായി, പാപിനി വെള്ളം വീഞ്ഞായി. ഇത് 9-ാം അധ്യായത്തിൽ കുരുടൻ വെള്ളം വീഞ്ഞാകുന്ന പോലെ രൂപാന്തരപ്പെട്ടു. 10-ാം അധ്യായത്തിൽ അതിൻ്റെ വലിയ രഹസ്യം പറയാണ്, ഞാനാണ് നീതിയുടെ വാതിൽ. ഐ ആം ദ ഡോർ, ഞാനാണ് വാതിൽ. എന്നിലൂടെ വരുന്നവരെല്ലാം രൂപാന്തരപ്പെടും, പുതിയ സൃഷ്ടിയാകും. സമയം കഴിഞ്ഞു എന്നാണ് പറയുന്നത് കുർബാനയ്ക്ക് കയറാനായിട്ട്. 11-ാം അധ്യായത്തിൽ എന്ത് സംഭവിച്ചു? ഇതാ ഒരുവൻ മരിച്ച് ചീഞ്ഞ ഒരുവൻ ഇതാ വെള്ളം വീഞ്ഞാകുന്ന പോലെ പുതിയ സൃഷ്ടിയായി മാറി.
ഇതാണ് വിശുദ്ധ കുർബാനയിൽ ഇന്ന് നടക്കാൻ പോകുന്നത്, എന്നും നടക്കുന്നത്. ഇതാണ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നമ്മളല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും വചനവും കൗദാശികമായി നമ്മളെ അത് ചെയ്യുകയാണ്. അത് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് കുർബാനയിൽ നമ്മളിത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട്, ദൈവമേ എന്നെ രൂപാന്തരപ്പെടുത്തി എന്നെ പുതിയ സൃഷ്ടിയാക്കണമേ, എന്നിലുള്ള കൽപ്പനകളുടെ ആധിപത്യം അവസാനിപ്പിക്കണമേ. അതാണ് കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം തൻ്റെ ശരീരത്തിലൂടെ അവസാനിപ്പിച്ചു. ശ്രദ്ധിക്കണം, ഒന്നുകൂടി ശ്രദ്ധിക്കണം. എന്താ അവസാനിപ്പിച്ചു? കൽപ്പനയല്ല അവസാനിപ്പിച്ചത്, കൽപ്പനയുടെ ആധിപത്യം. മനസ്സിലായോ? കൽപ്പനയല്ല അവസാനിപ്പിച്ചത്, കൽപ്പനയുടെ ആധിപത്യം, കൽപ്പനയുടെ ശിക്ഷ. മറിച്ച് കൽപ്പന സ്നേഹമാണ്. കൽപ്പന നമ്മൾക്ക് തരേണ്ടത് ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. അതിനുവേണ്ടി നമ്മിലുള്ള ഫരിസേയ മനോഭാവം മാറി നമ്മൾ ക്രിസ്തു മനോഭാവത്തിലേക്ക് വന്നാൽ പരിശുദ്ധാത്മാവിലൂടെ ഇത് സാധിക്കും. അതിനുവേണ്ടി നമ്മളിപ്പോൾ നമ്മളെ തന്നെ ഈ കുർബാനയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ രൂപാന്തരീകരണം, ഇവിടെ അപ്പവും വീഞ്ഞും രൂപാന്തരീകരിക്കുന്നതോടൊപ്പം നമ്മളും രൂപാന്തരീകരിക്കപ്പെടും. അതാണ് കുർബാന, അതാണ് കൂദാശ എന്ന ബോധ്യത്തിൽ നമുക്ക് ഇതിൽ പങ്കുകൊള്ളാം. നമുക്ക് അല്പം ഉപവാസം എന്ന പോലെ ഈ ഭക്ഷണത്തിനുള്ള ഈ ഒരു വിശപ്പ് ഒരു ഉപവാസമായിട്ട് കണക്കാക്കാം. ഭക്ഷണത്തിനും കുർബാനയ്ക്ക് മുമ്പുള്ള ഇല്ലേ, ഇത്തിരി സമയം വൈകി അത് നിങ്ങൾ സ്നേഹത്തോടെ സ്വീകരിച്ച് നമുക്ക് ആരംഭിക്കാം.